അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം ഏത് പാർട്ടിയാണെന്ന് അദ്ദേഹം തന്നെ ആദ്യം തീരുമാനിക്കട്ടെ. അതിനുശേഷം മറ്റ് കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചാൽ മതിയല്ലോ. ഞാൻ പറഞ്ഞു, UDFന് ഭൂരിപക്ഷം കിട്ടിയാൽ UDFൻ്റെ നോമിനി മുഖ്യമന്ത്രിയാവും. അത് കേരളത്തിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരുപാട് നേതാക്കന്മാർ UDFിലുണ്ട്. കോൺഗ്രസ്സിന് വേണ്ടി വിറക് കിട്ടുന്നവരും വെള്ളം കോരികളുമായിട്ടുള്ള ഒരുപാട് നേതാക്കന്മാരുണ്ട്. അതിലൊരാൾ മുഖ്യമന്ത്രിയാവും. അല്ല, അദ്ദേഹം ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. നമുക്ക് ആവശ്യം കേരളത്തിൻ്റെ കാര്യങ്ങൾ അറിയുന്ന ആളാണ്. കേരളത്തിൻ്റെ 4 ചുമരുകൾക്കുണ്ട്. അല്ല, വിശ്വത്തിൻ്റെ കാര്യം നോക്കട്ടെ, നമുക്ക് കേരളത്തിൻ്റെ കാര്യം നോക്കിയാൽ. കോൺഗ്രസ് നേതൃത്വത്തോട് ഇടഞ്ഞു നിൽക്കുന്ന തിരുവനന്തപുരം MP ശശി തരൂരിനെതിരെ പാർട്ടിയിൽ അടിയും പിടിയും തുടരുകയാണെന്ന വാർത്ത പുറത്തു വന്നിരുന്നു. തരൂർ പിന്നെയും പറയാനുള്ളതങ്ങ് പറഞ്ഞ് മൂലയിൽ പോയി ഇരിക്കുന്ന പതിവ് തുടരുകയാണ്. വിവാദങ്ങൾക്ക് തിരികൊളുത്തി മറുകണ്ഠം ചാടുന്ന തരൂരിനെ ഒന്നും മിണ്ടാതെ ഉരുട്ടിക്കൊണ്ട് നടക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ്. കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ തരൂരിനെ വിമർശിക്കുന്നതിൽ പിന്നോട്ടില്ലാതെ അംഗം വെട്ടുകയാണ്. പാർലമെന്ററി പാർട്ടി യോഗത്തിൽ തരൂരിനെ പങ്കെടുപ്പിക്കുന്നതിനെയാണ് ഇപ്പോൾ അവസാനം രാജ്മോഹൻ ഉണ്ണിത്താൻ എതിർത്തത്. യോഗത്തിൽ തരൂർ പങ്കെടുത്താൽ യോഗത്തിന്റെ രഹസ്യ സ്വഭാവം നഷ്ടപ്പെടുമെന്നും വിവരങ്ങൾ മോദിക്ക് ചോർത്തിക്കൊടുക്കുമെന്നും ആരോപിച്ചു. പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കണമെങ്കിൽ തരൂരിന് അപാര തൊലിക്കട്ടി തന്നെ വേണമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പരിഹസിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താനൊപ്പം K മുരളീധരനും പരസ്യ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെ ഇപ്പോൾ തരൂരിൽ ഒരു പ്രതികരണം നടത്തി. തനിക്കെതിരെ കോൺഗ്രസ് പരസ്യ വിമർശനം ഉന്നയിക്കുന്നവരുടെ പദവി എന്തെന്ന് ശശി തരൂർ ചോദിച്ചു. ശശി തരൂർ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് തിരുത്താത്തിടത്തോളം അദ്ദേഹത്തെ തിരുവനന്തപുരത്തെ ഒരു പാർട്ടി പരിപാടിയിലും പങ്കെടുപ്പിക്കില്ലെന്ന് K മുരളീധരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. പാർലമെന്റ് മൺസൂൺ സമ്മേളനം നടക്കുന്നതിന് ഇടയിലാണ് തരൂർ മാധ്യമങ്ങളെ കാണുന്നത്. ദേശീയ മാധ്യമത്തിന് നൽകിയ മറുപടിയിലാണ് അദ്ദേഹം പാർട്ടിയിലെ ഈ നേതാക്കളെ വിമർശിച്ചത്. തരൂരിന്റെ കാര്യം കേരളത്തിലെ കോൺഗ്രസ് വിട്ടതാണ്. അദ്ദേഹത്തിനെതിരെ നടപടി വേണമോ വേണ്ടയോ എന്ന് ദേശീയ നേതൃത്വം തീരുമാനിക്കട്ടെ. തരൂർ ഇപ്പോൾ തങ്ങളുടെ കൂട്ടത്തിലുള്ളതായി കണക്കാക്കുന്നില്ലെന്നും K മുരളീധരൻ പറഞ്ഞിരുന്നു. കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്ന നേതാവല്ല തരൂർ എന്ന നിലപാടാണ് ഇപ്പോൾ നേതാക്കൾക്കുള്ളത്. തരൂർ ചെയ്യുന്നതെല്ലാം പാർട്ടിക്ക് ദോഷകരമായ കാര്യങ്ങളാണെന്നും പാർട്ടി തന്നെ പുറത്താക്കുമെന്നാണ് തരൂർ ആഗ്രഹിക്കുന്നതെന്നും, എന്നാൽ പാർട്ടി അദ്ദേഹത്തെ പുറത്താക്കില്ല. വിഷയത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഉചിത സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കുമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ നേരത്തെ വ്യക്തമാക്കിയതായിരുന്നു. തരൂരിന് വേണമെങ്കിൽ സ്വയം കോൺഗ്രസിൽ നിന്നും പുറത്തേക്ക് പോകാം. ഇനി തരൂരിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യവും അതാണ്. എല്ലാവരും അത് ആഗ്രഹിക്കുന്നുവെന്നും കോൺഗ്രസ് പുറത്താക്കി സ്വയം രക്തസാക്ഷിയാവാൻ തരൂർ നോക്കേണ്ടതില്ലെന്നും ഉണ്ണിത്താൻ തുറന്നടിച്ചിരുന്നു. നേതൃത്വത്തെ കരിവാരി തേക്കുന്ന പ്രസ്താവനകൾ നടത്തുന്ന തരൂരിനെതിരായ പ്രതിഷേധം MP-മാർ യോഗത്തിൽ അറിയിച്ചിരുന്നു. ജനത്തിന് വിശ്വാസമില്ലാത്ത തരൂരിന് സ്വന്തം പാർട്ടി രൂപീകരിക്കാനാവില്ലെന്നും ഉണ്ണിത്താൻ കൂട്ടിച്ചേർത്തു. തരൂരിനോടുള്ള നേതാക്കളുടെ അമർഷം ശക്തമാണ്. കോൺഗ്രസ് പാർട്ടിയെ കൊണ്ട് നേടാവുന്നതെല്ലാം നേടിയ ശേഷം പാർട്ടിക്ക് പുറത്തുനിന്ന് ഇനി എന്തെങ്കിലും നേടണമെന്നാണ് തരൂർ ചിന്തിക്കുന്നതെന്നും ഉണ്ണിത്താൻ വിമർശനം ഉന്നയിച്ചിരുന്നു. സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ പരിപാടികളിൽ നിന്ന് തരൂരിനെ അകറ്റി നിർത്താനൊരു ശ്രമം നിലവിലുണ്ട്. തരൂരിനോട് സഹകരിക്കേണ്ട എന്നാണ് മുതിർന്ന നേതാക്കളുടെ നിലപാട്. എന്നാൽ തരൂരിനെ ഒപ്പം ചേർത്ത് പോകണമെന്നാണ് യുവ MP-മാരുടെ നിലപാട്. എന്തായാലും ഹൈക്കമാൻഡ് മനസ്സ് ഇതുവരെ തുറന്നിട്ടില്ല. അതായത് തരൂർ അകത്താണോ പുറത്താണോ എന്ന് ഇപ്പോഴും അറിയില്ല. അത് തരൂരും വ്യക്തമാക്കിയിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൊമ്പുകോർക്കൽ മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തരൂർ ഇപ്പോഴും മൗനത്തിലാണ്. പാർട്ടി നേതൃത്വവും മൗനത്തിലാണ്. തരൂരിനെ സത്യത്തിൽ പറഞ്ഞാൽ ഒരു വേലി ചാട്ടത്തിന് പരിഗണിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. അതായത് അപ്പുറത്തേക്ക് ചാടാനുള്ള നിലപാടിലാണ് തരൂർ എന്നൊരു തോന്നലിൽ തന്നെയാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത്. സ്ഥാനമാനങ്ങൾ തന്നാൽ ഒറ്റച്ചാട്ടം BJP-യിലോട്ട് എന്ന നിലപാടിൽ നിൽക്കുന്ന തരൂരിനോട് കോൺഗ്രസ് നേതാക്കൾ ഇനിയും ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ വേലിക്കൽ കിടക്കുന്ന പശു എന്ന് ഉപമിക്കാവുന്ന തരൂർ ചിലപ്പോൾ സ്ഥാനമാനങ്ങൾ വെച്ച BJP സ്വീകരിച്ചാൽ അങ്ങോട്ട് ചാടാനുള്ള ശ്രമത്തിലാണ് ഇപ്പോഴുള്ളത്. അതായത് സാധ്യത തള്ളിക്കളയാൻ പറ്റാതെയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇപ്പോൾ തരൂരിനെ വീക്ഷിക്കുന്നത്. അതിനിടയിലാണ് ദേശീയ മാധ്യമങ്ങൾക്ക് മുന്നിൽ തങ്ങളുടെ പാർട്ടി നേതാക്കളെ പരസ്യമായി തരൂർ വിമർശിച്ചത്. അദ്ദേഹത്തെ കൊണ്ട് എങ്ങനെ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയിൽ അദ്ദേഹത്തെ മുന്നോട്ട് കൊണ്ടുപോകും?
പാർട്ടിക്ക് ദോഷം അല്ല അത് ഇപ്പോൾ പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാം പാർട്ടിക്ക് ദോഷകരമാണ്. അപ്പോൾ അത് ദോഷകരമാണെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു അന്തിമമായ തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡാണ് എടുക്കേണ്ടത്. ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം ഹൈക്കമാൻഡ് ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ്. ഇപ്പോൾ പാർലമെൻ്ററി പാർട്ടി യോഗം നടക്കുമ്പോൾ അതിനകത്ത് ഈ വിഷയം ചർച്ചയ്ക്ക് വരുമല്ലോ. അപ്പോൾ ഓരോരുത്തരും അവരുടെ നിലപാട് വ്യക്തമാക്കും.